ഇപ്പോൾ വരുന്ന ചില ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ വേദന ജനിപ്പിക്കുന്നതാണ്. ജമ്മു കാശ്മീരിലെ ജനവാസ മേഖലയെ അതിരൂക്ഷമായി പാകിസ്ഥാൻ പട്ടാളം ലക്ഷ്യമിട്ടു എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ ഈ പകൽ വെളിച്ചത്തിൽ ജമ്മു കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്നു. വീടുകൾ നിരവധി തകർന്നു പോയിട്ടുണ്ട്. വീടുകൾ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയിട്ടുണ്ട്. മാത്രമല്ല നിരവധി കടമുറികൾ, ഒപ്പം തന്നെ തെരുവുകളിൽ പലയിടത്തും ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറുകൾ നിർത്തിയിട്ടിരുന്നു. അതെല്ലാം കാറുകളും മറ്റു വാഹനങ്ങളും നിർത്തിയിട്ടിരുന്നു. അതെല്ലാം തകർന്നു പോയതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ജമ്മു കാശ്മീരിൽ നിന്ന്. അതായത് ജനജീവിതം ദുസ്സഹമാക്കും വിധം ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ സംഘർഷം അടുത്ത ദിവസങ്ങളിൽ അവസാനിച്ചാൽ പോലും ദീർഘകാലത്തേക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ വലിയ പ്രയാസമുള്ള ഇടങ്ങളായി നമ്മുടെ അതിർത്തി പ്രദേശം മാറിപ്പോയിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മനുഷ്യൻ ദിവസങ്ങളോളം മാസങ്ങളോളം കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമ്പാദിച്ച സമ്പാദ്യമെല്ലാം തകർത്ത് തരിപ്പണമായി പോകുന്നതിൻ്റെ കാഴ്ച ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്നത്തെ പകൽ വെളിച്ചത്തിൽ വരികയാണ്. ഇന്നലെ രാത്രി ഈ വ്യോമാക്രമണം ഇരുഭാഗത്തു നിന്ന് നടക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ഇരുട്ടിൽ ചില വെളിച്ചം മാത്രമാണ് കണ്ടത്. പക്ഷേ ഇന്ന് രാവിലെയാണ് എത്ര ഭീകരമായ ആക്രമണമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് എന്നതിൻ്റെ ദൃശ്യം പുറത്തു വരുന്നത്. അനൂപ്, അതേപോലെ നമുക്കറിയാം രാജ്യതലസ്ഥാനത്ത് നിർണായകമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യക്ക് ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമുള്ള ഒരു രാജ്യമല്ല. പക്ഷേ പാകിസ്ഥാൻ തുടർച്ചയായ പ്രകോപനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ ഒരുപക്ഷെ ഒരു യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം. പക്ഷേ നമ്മുടെ രാജ്യതലസ്ഥാനത്ത് നിർണായകമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ്, അതായത് ഇനി എന്തായിരിക്കും മുന്നോട്ട്, ഇത്തരത്തിൽ ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ എന്തായിരിക്കും ഇന്ത്യ ചെയ്യുക, എന്തൊക്കെ സൈനിക നീക്കങ്ങളിലേക്കായിരിക്കും ഇനി ഇന്ത്യ കടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അനൂപ്? ഇന്ത്യയുടെ നിലപാട് ഒരൊറ്റ ഒന്നു മാത്രമാണ്. അതായത് പാകിസ്ഥാൻ പ്രകോപനം അവസാനിപ്പിച്ചാൽ ഇന്ത്യയും അവസാനിപ്പിക്കും. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നിലയിലുള്ള ആക്രമണം തുടർന്നുമുണ്ടായാൽ ഞങ്ങൾ പ്രതിരോധിക്കുകയും തിരിച്ച് ആക്രമിക്കുകയും ചെയ്യും. ഇതാണ് ഇന്ത്യ ഈ കാര്യത്തിൽ, ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആ നിലപാട് തുടരുക തന്നെയാണ് ചെയ്യുക. ഇന്നിപ്പോൾ രാവിലെ സംയുക്ത സൈനിക മേധാവി നമ്മുടെ പ്രതിരോധ മന്ത്രിയെ കാണുന്നുണ്ട്. നിലവിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഇനി എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുകയും പ്രതിരോധത്തെ സംബന്ധിച്ച വിശദമായ ചർച്ച ഇരുവരും തമ്മിൽ നടത്തുകയും ചെയ്യും. മാത്രവുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. അത്തരം കൂടിക്കാഴ്ചകൾ ഇന്നും തുടരുമെന്നാണ് വിവരം. മാത്രവുമല്ല, പ്രധാനമന്ത്രിയെ ഇന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കാണുകയും സ്ഥിതിഗതികൾ ധരിപ്പിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അദ്ദേഹം കേൾക്കുകയും അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും രാജ്യം ഒരുപക്ഷെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സംഘർഷമായാൽ പോലും അതിന് തയ്യാറെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ കൂടി ഇന്ന് ഡൽഹിയിൽ നടക്കും. എന്തായാലും രാവിലെ 10 മണിക്കുള്ള വാർത്താ സമ്മേളനം, അതിനു മുൻപായി തീർച്ചയായും 10 മണിക്കുള്ള വാർത്താ സമ്മേളനം അത് വളരെ നിർണായകമാണ്. അനൂപ് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലതരത്തിലുള്ള മിസ്ഇൻഫർമേഷൻസ്, വ്യാജ വാർത്തകൾ, വ്യാജ വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കൃത്യമായി അതൊക്കെ ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ നമ്മുടെ സൈന്യം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ഇന്ന് ടെക്നോളജി അതിർത്തിയിൽ മാത്രമല്ല, അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല, ഇൻഫർമേഷൻ വാർ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജ വാർത്തകൾ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതിലൊന്നും വീഴാതെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് 10 മണിക്കുള്ള ഈ വാർത്താ സമ്മേളനം. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാന്റെ ഏറ്റവും ഇന്ത്യ ആ അതിർത്തിയിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് സലാമാബാദ് എന്ന് പറയുന്നത്. ഉറി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ആ ഗ്രാമം വരുന്നത്. അവിടേക്ക് പാകിസ്ഥാന്റെ ഷെല്ലുകൾ പതിച്ചിരുന്നു. അതിനെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം S-400, നമ്മുടെ സുദർശന ചക്ര, അതിനെ കവചമൊരുക്കി നിലം പരിശാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം.